നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് യഥാർത്ഥമായി വിശ്വസിച്ചാലേ അവൻ യഥാർത്ഥ മുസ്ലിമാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. അല്ലാഹുവേ, നന്മയാകട്ടെ തിന്മയാകട്ടെ ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ അഭിവൃദ്ധിയാകട്ടെ ദുരിതമാകട്ടെ പ്രയാസമാകട്ടെ കടമാകട്ടെ രോഗമാകട്ടെ മരണമാകട്ടെ ഇതെല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് കടന്നു വരുന്നത് എന്ന് വിശ്വസിച്ചാലേ ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പാപി ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതാ ഖൈറായത് വരുമ്പോൾ അല്ലെങ്കിൽ ശർറായത് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രയാസം കടന്നു വരുന്ന സമയത്ത് അതിനെ കുറ്റം പറയുന്നവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ പാപി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, 4 കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, 4 ഗുണങ്ങൾ ആരുടെ ജീവിതത്തിലാണോ ഉള്ളത്, അവൻ രക്ഷപ്പെട്ടവനാണ്. അവൻ ദുനിയാവിലും രക്ഷപ്പെട്ടു, അവൻ ആഖിറത്തിലും രക്ഷപ്പെട്ടു. അവൻ ഒരു സ്ഥലത്തും ഭയപ്പെടേണ്ടതില്ല, ഒരു സ്ഥലത്തും അവന് പ്രയാസമില്ല. ദുനിയാവിലെ ജീവിതത്തിലും അവന് സന്തോഷമാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലും അവന് സന്തോഷമാണ്. പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, ഖൽബൻ ഷാകിറാ, അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മനസ്സുണ്ടല്ലോ. ആ മനസ്സാർക്കാവുള്ളത് അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. എന്നിട്ട് മുത്തുനബി രണ്ടാമതായി പറയുകയാണ്, വലിസാനൻ ദാകിറാ, അല്ലാഹുവിനെ സ്തുതിക്കുന്ന നാവുണ്ടല്ലോ, അല്ലാഹുവിനെ ദിക്ർ പറയുന്ന നാവുണ്ടല്ലോ, അതാർക്കാണോ ലഭിച്ചത് അവൻ രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ മനുഷ്യനാരാ? വബദനൻ അലൽ ബലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ വരുമ്പോ ക്ഷമിക്കുന്നതാരാണോ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ആർക്കാണോ ഉള്ളത് അവന്റെ ദുനിയാവും ആഖിറവും